പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു ഉറുമ്പിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ഗോതമ്പ് മണിയും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഉറുമ്പിനോട് പ്രവാചകൻ ചോദിച്ചു, നീ ഒരു വർഷത്തിൽ എത്ര ഗോതമ്പ് മണികൾ തിന്നു തീർക്കുന്നു? ഉറുമ്പ് പറഞ്ഞു, ഒരു 2 ഗോതമ്പ് മണികളൊക്കെ ഞാനൊരു വർഷത്തിൽ തിന്നു തീർക്കാറുള്ളൂ. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിനോടായിട്ട് പറഞ്ഞു, എന്നാൽ ഈ വർഷത്തേക്കുള്ള ഗോതമ്പ് മണികൾ എൻ്റെ വക ഞാൻ നിനക്ക് തരുന്നുണ്ട്. 2 ഗോതമ്പ് മണികൾ ഉറുമ്പിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി അടുത്ത വർഷം ഈ ദിവസമാകുമ്പോൾ ഞാൻ നിന്നെ കാണാൻ വരാം. അന്ന് അടുത്ത വർഷത്തേക്കുള്ള ഗോതമ്പ് മണികൾ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്ന്. ഉറുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഏൽപ്പിച്ച ഗോതമ്പ് മണികൾ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. അടുത്ത വർഷം അതേ ദിവസത്തിൽ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വീണ്ടും 2 മണി ഗോതമ്പുമായിട്ട് ആ ഉറുമ്പിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഉറുമ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് 2 മണി ഗോതമ്പ് ഏൽപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് കാണുന്നത്, കഴിഞ്ഞ വർഷത്തിൽ ഉറുമ്പിനെ ഏൽപ്പിച്ച ഗോതമ്പ് മണിയിൽ നിന്ന് ഒരു ഗോതമ്പ് ഇന്നും അവിടെ ബാക്കിയുണ്ട്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞിരുന്നത് ഒരു വർഷത്തിൽ നിനക്ക് 2 മണി ഗോതമ്പ് ആവശ്യമുണ്ട്? ഇപ്പോൾ ഒരു ഗോതമ്പ് മണി ഇവിടെ ബാക്കിയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നീ അത് കഴിക്കാതിരുന്നത്? ആ സമയത്ത് ഉറുമ്പ് പറഞ്ഞ മറുപടി വളരെ കൗതുകമാണ്. കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ എനിക്ക് 2 ഗോതമ്പ് മണികൾ ഏൽപ്പിച്ചിട്ട് ഈ ഒരു വർഷത്തെ ഭക്ഷണം നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ, അടുത്ത വർഷം നിങ്ങൾ വീണ്ടും വരാമെന്നും പറഞ്ഞപ്പോൾ, നിങ്ങളുടെ വാക്ക് എത്രത്തോളം ഫലിക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഇത്രയും കാലം എൻ്റെ ഭക്ഷണം മുഴുവനും ഏറ്റെടുത്തിരുന്നത് എൻ്റെ രക്ഷിതാവായ അള്ളാഹു ആയിരുന്നു. അവൻ എനിക്ക് അടുത്ത വർഷം 2 മണി ഗോതമ്പ് വീണ്ടും തരും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ ഒരു വർഷത്തെ ഭക്ഷണം നിങ്ങൾ ഏറ്റെടുക്കുകയും തൊട്ടടുത്ത വർഷം നിങ്ങൾ തരാമെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭൂമിയിൽ മറ്റു പല ചുറ്റുപാടുകളും ഉണ്ടാവും. നിങ്ങൾ എൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം മറന്നു പോകുമോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾ തന്ന 2 ഗോതമ്പ് മണികളിൽ നിന്ന് ഒന്ന് ഞാൻ വളരെ കരുതലോടെ കഴിച്ച് തീർത്തതാണ്, മറ്റൊന്ന് ഈ ഒരു അടുത്ത വർഷത്തേക്ക് എടുത്തു വെച്ചതാണ്. ഉറുമ്പിൻ്റെ മറുപടിയിൽ നമുക്കും ചിലത് പഠിക്കാനുണ്ട്. ഭൂമിയിൽ എല്ലാ ജീവികൾക്കും മറക്കാതെ ഭക്ഷണം കൊടുക്കുന്ന രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്. ഉറുമ്പുകളുടെയും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ സംസാരങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിയുക, അവരുടെ ഭാഷ തിരിയുക എന്നതൊക്കെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത വലിയൊരു മുഅ്ജിസത്തായിരുന്നു. പ്രവാചകനോട് ഒരിക്കൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അധികാരമാണോ വേണ്ടത്, അറിവാണോ വേണ്ടതെന്ന്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അറിവിനെ തിരഞ്ഞെടുത്തപ്പോൾ അള്ളാഹു തആല അധികാരവും അറിവും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. അങ്ങനെ ലോകം അടക്കി ഭരിച്ചവരുടെ പട്ടികയിലേക്ക് പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കൂടെ കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ ഭരണവും സൈനികരൊക്കെ വളരെ വ്യത്യസ്തമാണ്. മനുഷ്യർ മാത്രമായിരുന്നില്ല, ജിന്നുകളും പക്ഷികളും മൃഗങ്ങളും എല്ലാം പ്രവാചകന്റെ സൈന്യത്തിൽ നിലനിന്നിരുന്നു. അങ്ങനെ ഏറെ അച്ചടക്കത്തോടെയാണ് ഈ ഒരു വലിയ സൈനിക വ്യൂഹം പ്രവാചകൻ കൊണ്ടു നടന്നിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കാറ്റായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ സൈന്യത്തിൽ നിന്ന് ഒരു മരക്കൊത്തി പക്ഷിയെ കാണാതെ വരുന്നുണ്ട്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്, തൻ്റെ സൈന്യത്തിൽപ്പെട്ട മരക്കൊത്തിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ 1-2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മരക്കൊത്തി തിരിച്ചു വരുന്നുണ്ട് പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക്. ഒരൽപ്പം ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രവാചകനോട് മരക്കൊത്തി വളരെ താഴ്മയോടെ പറയുന്നുണ്ട്, മഹാരാജാവേ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വാർത്തയുമായി വന്നതാണ്. ആ ഒരു വാർത്ത അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് 1-2 ദിവസം വൈകിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് താഴ്മയോടെ പ്രവാചകൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് മരക്കൊത്തി സംസാരിച്ചപ്പോൾ പ്രവാചകൻ്റെ ദേഷ്യം മാറുകയും മരക്കൊത്തി പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ ജനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മരക്കൊത്തി പറയാൻ തുടങ്ങി, അങ്ങ് അകലെ സബ എന്ന ഒരു നാട്ടിൽ ബിൽക്കീസ് എന്ന ഒരു രാജ്ഞി രാജ്യം ഭരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾ എല്ലാവരും ആരാധിക്കുന്നത് തീനെയാണ്. ഏകദൈവമായ അള്ളാഹുവിനെ അവരാരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽക്കീസ് രാജ്ഞിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് രാജ്ഞിയെ ഏൽപ്പിക്കുന്ന സമയത്ത്
രാജ്ഞി തൻ്റെ ഉപദേശകരോട് സുലൈമാൻ നബിയുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഉപദേശകർ പറയുന്നുണ്ട്, പ്രവാചകനാണെന്ന് പറയുന്ന സുലൈമാൻ നബിയുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നതിനും നല്ലത് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നൊക്കെ. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നിരീക്ഷകരെ ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പ്രവാചകന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന ബിൽക്കീസ് രാജ്ഞിയുടെ അനുയായികൾ അവിടെ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഒരിക്കലും രാജാവായ സുലൈമാൻ നബിയുമായിട്ട് ഏറ്റുമുട്ടുക എന്നത് പ്രായോഗികമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ സമ്മാനങ്ങളുമായിട്ട് കടന്നു വന്ന ബിൽക്കീസ് രാജ്ഞിയുടെ അനുയായികളോട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സമ്പത്തും അധികാരമൊക്കെ അള്ളാഹു താല തന്നിട്ടുണ്ട്, അതിനെല്ലാം ഉപരിയായിട്ട് പ്രവാചക പട്ടം കൂടെ അള്ളാഹു താല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന്. പിന്നീട് ബിൽക്കീസ് രാജ്ഞിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു കത്ത് കൂടെ എഴുതുന്നുണ്ട്. ആ കത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബിൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരം സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളോടായിട്ട് പറഞ്ഞു, ആരാണ് ബിൽക്കീസിൻ്റെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരിക? അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അങ്ങയുടെ മുന്നിൽ ആ സിംഹാസനം എത്തിക്കാമെന്ന്. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിക്കുന്നുണ്ട്, അതിലും വേഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവരാരുണ്ട്? സമയത്ത് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അവിടെ നിന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞാൻ ആ സിംഹാസനം ഇവിടെ എത്തിക്കാമെന്ന്. സുലൈമാൻ നബി അലൈഹി സ്വലാം സമ്മതിക്കുകയും നിമിഷ നേരം കൊണ്ട് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിൽക്കീസ് രാജ്ഞിയും തൻ്റെ പരിവാരങ്ങളൊക്കെ ആയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ കവാടം കടന്നുകൊണ്ട് തൻ്റെ വസ്ത്രം ഒരല്പം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബിൽക്കീസ് രാജ്ഞി കൊട്ടാരത്തിലേക്ക് വരുന്നത്. കാരണം മുന്നിൽ കാണുന്നത് തടാകമാണെന്നും തൻ്റെ വസ്ത്രം നനഞ്ഞു പോകുമെന്നും ബിൽക്കീസ് രാജ്ഞി പേടിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം വിളിച്ചു പറയുന്നുണ്ട്, അവിടെ നിന്ന് വസ്ത്രം താഴ്ത്തിയിടുക, അത് ചില്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കവാടമാണെന്ന്. അത്ഭുതത്തോടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ആഡംബരകരമായ പരവതാനിയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ബിൽക്കീസ് രാജ്ഞിയോട് സുലൈമാൻ നബി അലൈഹി സ്വലാം പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ബിൽക്കീസ് രാജ്ഞി പിന്നീടുള്ള ശിഷ്ടകാലം കഴിച്ചു കൂട്ടുന്നുണ്ട്. ജീവിതം പോലെ അത്ഭുതമായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മരണവും എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളിൽപ്പെട്ട ജിന്നുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു കൊട്ടാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അനുയായികളോട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാവരും തകൃതിയിൽ കൊട്ടാരം നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം തൻ്റെ സിംഹാസനത്തിൽ ഒരു വടിയും പിടിച്ച് അവരുടെ ജോലികൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും പ്രവാചകൻ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ജാഗ്രതയിൽ കൃത്യമായിട്ട് അവരുടെ ജോലികൾ എടുത്തു തീർത്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ പലതും കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ പ്രവാചകൻ്റെ വടി ചിതലരിച്ച് താഴെ വീഴുകയും പ്രവാചകൻ തളർന്നു വീഴുകയും ചെയ്യുന്നത്. അപ്പോഴാണ് അവരെല്ലാവരും തിരിച്ചറിയുന്നത് പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുകയില്ല എന്നുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സാവധാനം അവരെല്ലാവരും ആ ദുഃഖകരമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം വഫാത്തായിരിക്കുന്നു.